കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. കഥകളിലോ പുരാണങ്ങളിലോ മാത്രം കേട്ടറിവുള്ള ഒരു വിചിത്ര ജീവിയുടെ കഥയായാലോ? കഥയുടെ പേര് റാംബോ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. മുയലിൻ്റെ തല, മനുഷ്യൻ്റേതുപോലുള്ള ചെവികൾ, നീണ്ടു മെലിഞ്ഞ ദേഹം, കുഞ്ചിരോമം നീണ്ട് രോമം നിറഞ്ഞ വാൽ, ബഡ്ജറിൻ്റേതുപോലുള്ള മുൻകാലുകൾ, കരടിയുടേതുപോലുള്ള പിൻകാലുകൾ. ഇങ്ങനെയൊരു വിചിത്ര ജീവി മുന്നിലെത്തിയാൽ കൂട്ടുകാർ ഞെട്ടില്ലേ? ആഫ്രിക്കൻ പുരാണത്തിൽ, പ്രത്യേകിച്ച് സുലു പുരാണത്തിൽ പറയുന്ന റാംബോ എന്ന ജീവി ഇങ്ങനെയാണ്. നിശബ്ദതയിൽ നിന്നും നിഴലിൽ നിന്നും ജനിച്ച വിചിത്ര ജീവിയായിട്ടാണ് റാംബോയെ പൊതുവെ കണക്കാക്കുന്നത്. കാഴ്ചയിൽ അത്ര ഭീകരത തോന്നില്ലെങ്കിലും റാംബോ ഒരു ഭീകരനാണ്. മരിച്ചവരുടെ കാവൽക്കാരൻ എന്നാണ് പുരാണങ്ങൾ റാംബോയെ വിശേഷിപ്പിക്കുന്നത്. ശ്മശാനങ്ങളിലും ആളൊഴിഞ്ഞ ഇടങ്ങളിലും കാണുന്ന റാംബോ രാത്രി സഞ്ചാരിയാണ്. ഓന്തിനെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറാനും ചിലപ്പോൾ അദൃശ്യനാകാനും ഉള്ള കഴിവ് റാംബോയ്ക്കുണ്ട്. കൂട്ടുകാർക്ക് റാംബോയുടെ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.